ഇനി നമ്മൾ ആഹാരത്തെക്കുറിച്ച് പറയാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്, അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം ആഹാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആദ്യം പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ് ആഹാരം. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് നമ്മൾ 3 നേരം ആണ് പ്രധാനമായി ആഹാരം കഴിക്കുക. പിന്നെ ഇടനേരങ്ങളിൽ കഴിക്കാം. അത് ചെറിയ രീതിയിൽ നമ്മൾ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ. അപ്പം നമ്മൾ ചിലർ പണ്ട് കാലങ്ങളിൽ രാവിലത്തെ ആഹാരം പൊതുവെ കാണാറില്ല. ഉച്ചയ്ക്ക് മുമ്പ് ഉച്ചക്കാലത്തെ ഭക്ഷണം അത് രാവിലത്തേതും ഉച്ചക്കാലത്തേതും കൂടെ ചേർത്ത് കഴിക്കുന്ന ഒരു പതിവ് പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു, കഴിക്കുന്ന ആഹാരവും മാറിയിരിക്കുന്നു. എന്നിരുന്നാലും പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ആഹാരം കൃത്യസമയത്ത് കഴിക്കുക എന്നുള്ളതാണ്. പിണക്കോ ഇണക്കോ എന്ത് വേണേലും ആയിക്കോട്ടെ, ഭക്ഷണം മാറ്റി വച്ചിട്ട് ഒന്നും തന്നെ വേണ്ട. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നമ്മുടെ ആഹാരത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് കൊടുക്കണം. ശരീരം നന്നായിട്ടിരിക്കുമ്പോൾ മനസ്സും നന്നായിരിക്കും, അല്ലേ? നമുക്ക് വിശപ്പ് എന്നുള്ളത് കൂടിക്കഴിയുമ്പം സങ്കടവും ദേഷ്യവും എല്ലാം വന്ന് പൊട്ടിത്തെറിക്കും, അല്ലേ? അപ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ഒരു ദിവസത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ളത് അറിയാമല്ലോ. അപ്പം നമ്മൾ തീർച്ചയായിട്ടും, അതായത് രാവിലെ രാജാവിനെ പോലെ കഴിക്കണം, ഉച്ചയ്ക്ക് മന്ത്രിയെപ്പോലെ കഴിക്കണം, രാത്രിയിൽ പ്രജകൾ ഭൃത്യന്മാരെ പോലെ കഴിക്കുക. അപ്പം ഇതിൽ പറയുന്നത് രാവിലെ ഇപ്പം നല്ല രീതിയിലുള്ള ആഹാരം കഴിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെയാണ്. ഉച്ചയ്ക്ക് അതിൽ നിന്ന് ഇച്ചിരി കുറയാം, രാത്രിയിൽ അതിലും കുറയാം. രാത്രിയിലത്തെ ഭക്ഷണം എന്ന് പറയുമ്പം നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും അത് 4 മണിക്കൂറിനുള്ളിൽ ദഹിച്ചു മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആഹാരം കഴിഞ്ഞാൽ ഉടനെ പോയി കിടക്കാൻ പാടില്ല. അതിന് കുറച്ചെങ്കിലും ദഹിക്കാനുള്ള സമയം കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് രാത്രിയിലത്തെ ഉറക്കത്തിലേക്ക് പോകാൻ. അങ്ങനെയാണ്. അപ്പോൾ ആഹാരം നന്നായിട്ട് കഴിക്കണം. നമ്മളിന്ന് ഇന്ന ആഹാരം കഴിച്ചു, അതുകൊണ്ട് ഇനി നാളെ കുറച്ച് ദിവസത്തേക്ക് ആഹാരങ്ങളൊന്നും കഴിക്കണ്ട എന്നല്ല. ഓരോ ദിവസത്തിനും ഇപ്പം നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ഏതെങ്കിലും ആയിക്കോട്ടെ, അതിന് ഇത്ര ദൂരം പോകണമെങ്കിൽ അതിനാവശ്യമായ ഇന്ധനം നിറയ്ക്കില്ലേ? അപ്പം ആ ഇന്ധനം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഏതൊരു വാഹനത്തിനും, അല്ലേ? അതുപോലെയാണ് നമ്മുടെ ശരീരമാകുന്ന, നമ്മളെ കൊണ്ടുപോകണക്കുന്ന നമ്മുടെ ശരീരം, അതൊരു വാഹനമായിട്ട് അതിനുള്ള ഇന്ധനം നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്തിൻ്റെ പേരിലായാലും നമ്മളെപ്പോഴും കഴിക്കേണ്ടത് കഴിക്കണം. ഭക്ഷണം സമയാസമയത്ത് കഴിക്കണം. നമ്മൾ പണ്ട് തൊട്ടേ ശീലിച്ച ഒരു സമയങ്ങൾ കാണും. അതെന്തായാലും നമുക്കത് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം. ചിലർ രാവിലെ കഴിക്കില്ല, മിക്കവാറും ജോലിക്ക് പോകുന്നവർ. അതിൽ ഏറ്റവും കൂടുതൽ രാവിലത്തെ ആഹാരം വേണ്ട എന്ന് വെക്കുന്നത് സ്ത്രീകളാണ്. നിങ്ങളൊരു കാര്യം ഓർക്കുക, പുരുഷന്മാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നു, സ്ത്രീകളും ചെയ്യുന്നു. പക്ഷേ പുരുഷന്മാരെക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്യുന്ന സ്ത്രീകൾ തന്നെയാണ്. അവർ ജോലിക്കും പോകുന്നുണ്ട്, വീട്ടിലെ ജോലിയും ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ നിങ്ങളൊരിക്കലും നിങ്ങളുടെ ആരോഗ്യത്തെ മറക്കരുത്. നിങ്ങളെ സ്നേഹിക്കണം. സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കാരണത്തിനായാലും രാവിലത്തെ ആഹാരം വേണ്ടാന്ന് വെക്കരുത്. കുട്ടികളുടെ കാര്യമാണെങ്കിൽ നമുക്ക് രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നല്ല ഇത്തിരി നെയ്യൊക്കെ ചേർത്തിട്ടുള്ള ആഹാരം കുട്ടികൾക്ക് കൊടുക്കണം. അപ്പം ആ ഒരു ദിവസത്തേക്ക് അവർക്ക് ആവശ്യമായ ആഹാരമാണ് കൊടുക്കുന്നത്. രാവിലത്തെ ആഹാരം നല്ല രീതിയിൽ കൊടുക്കുന്ന നമ്മളെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും, നല്ല ചിന്തകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ആരും മടിക്കാൻ പാടില്ല.